ഞാനിവിടെ 6 പീസ് ചിക്കൻ ബോണുള്ളത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക. ഇതിന് നമുക്കൊരു സീസണിങ് മിക്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനൊരു പാൻ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 1 കപ്പ് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ, പിന്നെ ഇതുപോലെ ഒരു 1 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ്, എന്തെങ്കിലും ഒരു ടൈപ്പ് മസ്റ്റേർഡിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റിലല്ല, പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് മേർജ് ചെയ്തെടുക്കാം. ഈ സീസണിങ് നമ്മൾ ചിക്കനിലേക്ക് പോരുക. പിന്നെ ഞാനൊരു മിക്സ് സീസൺ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മിക്സ് സീസണിങ് എന്ന് പറയുന്നത് കാർഡമം, ക്ലോവ്സ്, സിനമൺ ആൻഡ് ബേ ലീഫാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇത് ഞാൻ ഇതിലേക്ക് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 സീസണിങ് മിക്സാണ് നമ്മൾ ആദ്യം ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കേണ്ടത്. അപ്പം ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വേണം നമ്മളുടെ അടുത്ത സെറ്റ് ഓഫ് സീസണിങ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സീസണിങ്സ് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യണം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ, പിന്നെ 1 ടീസ്പൂൺ ഫെനുഗ്രീക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ ബഹ്രത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൈസാണ്, ഒരു അറബിക് സ്പൈസാണ്. 7 സ്പൈസസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. ഈ ബഹ്രത്ത് എന്ന് പറയുന്ന അറബിക് സ്പൈസ് സീസണിങ്ങിന് പകരം ബേസിക്കലി മെഹ്ലബ് എന്ന് പറഞ്ഞിട്ടൊരു സീസണിങ് പൗഡർ ഉണ്ട്. അപ്പോൾ എനിക്കത് അവൈലബിൾ അല്ലാതെ കൊണ്ടാണ് ഞാനിതൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കുക. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് അത്ര ആക്സസിബിൾ അല്ലായിരുന്നു. അപ്പം അതിന് പകരം ഞാൻ ഇട്ടതാണ് ഇത്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു ക്ലോസ് ടു 8 to 9 hours എങ്കിലും മിനിമം മാരിനേഷൻ വേണം. അപ്പോൾ നല്ലപോലെ ഈ ഫ്ലേവേഴ്സ് ഇതിൽ പിടിക്കും. ഷവർമയ്ക്കുള്ള ഖുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ഷുഗർ, ആവശ്യത്തിന് ഓയിലും, പിന്നെ ഒരു എഗ്ഗും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും വെച്ചിട്ട് നമ്മളിത് വെൽ കമ്പൈൻ ചെയ്തെടുക്കുക. വെള്ളം വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ യൂഷ്വലി ആട്ടയ്ക്കൊക്കെ ഡോ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഡോ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് വരണം. അപ്പോൾ ഈ ഡോ നമ്മളിനി അടിച്ച് വെച്ചിട്ട് നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. ഞാനൊരു ഫോയിൽ റാപ്പ് ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ട് നമ്മളിനി അത് ജസ്റ്റ് ഡബിൾ ദ സൈസ് ആകുന്നിടം വരെ നമ്മളിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. റൈസിനുള്ള പൊട്ടറ്റോയ്ക്ക് ഞാനിവിടെ 4 ലാർജ് പൊട്ടറ്റോസ് അതുപോലെ സ്ട്രൈറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ടും 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഹോട്ട് ബോയിലിംഗ് വാട്ടറിൽ ഇത് ഇമേഴ്സ് ചെയ്ത് ഒരു 4 hours എങ്കിലും നമ്മളിത് അടച്ച് വയ്ക്കുക. ഇനി നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനിവിടെ എടുത്ത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഷാലോ ഫ്രൈയാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ഡീപ്പ് ഫ്രൈഡ് ഒന്നും ആവശ്യമില്ല. നമ്മൾ ട്രഡീഷണലി ഇവരത് സ്ക്യൂവേഴ്സിൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ അതുപോലെ ആ ഒരു സൈഡിൽ ആ ഒരു ബേണർ വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുക. നമ്മളിത് വീട്ടിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുക്കായെന്ന് വരില്ല. അങ്ങനെ ചെയ്താൽ അങ്ങനെ അവനിൽ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ ചിക്കൻ കുക്കായൊന്ന് 100% ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പാനിൽ ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക, ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നല്ലപോലെ വെൽ കുക്ക്ഡ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോ ഇത് ഇമേഴ്സ് ചെയ്ത് വെച്ചത് ഞാൻ ഡ്രെയിൻ ചെയ്തിട്ട് നല്ലപോലെ ഞാനിത് ക്ലോത്ത് ഇട്ടൊരു ടിഷ്യൂ ക്ലോത്ത് ഇട്ടിട്ട് ഡാബ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മുടെ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഷവർമയ്ക്കുള്ള ചിക്കനാക്കി നമുക്ക് എടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഓരോ പീസിൽ നിന്നും ചെറുതായിട്ട് അതിൻ്റെ പീസസ് നമ്മുടെ ബോൺ ഇങ്ങനെ നടുക്ക് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈഫിട്ട് ഒരു സൈഡിൽ നിന്ന് വെഡ്ജസിൽ നിന്നും അതിൻ്റെ പീസസ് ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കുക, അല്ലാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ കുക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനാണിത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. ഇനി ഫ്രഞ്ച് ഫ്രൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ആവശ്യത്തിന് ഹീറ്റപ്പ് ആകുമ്പോഴത്തേന് നമ്മൾ ആദ്യം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാദ്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പെയിൽ യെല്ലോ കളറിൽ വരുമ്പോഴത്തേന് നമ്മൾ സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് എടുക്കുക. കാരണം ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുമ്പം ഡബിൾ ഫ്രൈ ചെയ്യുമ്പോഴാണ്
അത് കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഇത് വരുന്നത്, കറക്റ്റ് ഒരു അതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് പേൽ യെല്ലോ ആകുമ്പോൾ നമുക്ക് സ്ട്രെയിനർ വെച്ചിട്ട് ഇത് മാറ്റിയെടുക്കാം. ഒരുപാട് ക്രൗഡ് ചെയ്തിടണ്ട, അല്ലാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരുപാട് ക്രൗഡഡ് അല്ലാതെ ഒന്ന് ഇടുക. ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. ആവശ്യത്തിന് സോൾട്ടും കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ നമ്മൾ സെറ്റ് ചെയ്ത് സെക്കൻഡ് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി വേറെ ഓയിൽ എടുത്തിട്ടില്ല, ആ സെയിം ഓയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് വെൽ കോട്ടഡ് ആയി കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഓയിൽ കറക്റ്റ് ചൂടാകുമ്പോഴത്തേന്, ഒരുപാട് ചൂടല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു കറക്റ്റ് ആകുമ്പോഴത്തേന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്രൈയിങ്. അപ്പോഴത്തേന് ഈ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിരിക്കും. ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫോം ഓഫ് കളർ ആൻഡ് ടെക്സ്ചർ. ഇനി നമ്മളുടെ റേസ് ആയിരിക്കുന്ന ഫെർമെൻറ്റഡ് ഡോ ഉണ്ട് നമ്മളുടെ ഖുബൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഈ ഡോ ജസ്റ്റ് പുറത്തേക്കൊന്ന് എടുത്തത് ഇങ്ങനെ സ്റ്റിക്കി ആയിരിക്കും, നമ്മൾ ഓയിലിട്ട് ഗ്രീസ് ചെയ്താണ്, പക്ഷേ എന്നാലും ഒന്ന് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നീഡ് ചെയ്തിട്ട്, ഒരുപാട് നീഡ് ചെയ്യേണ്ട, ബട്ട് ചെറുതായിട്ടൊന്ന് നീഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഞാനിവിടെ 1 കപ്പ് എടുത്തത് എനിക്ക് ജസ്റ്റ് 4 ഖുബൂസും മതി, ജസ്റ്റ് 3 or 4 മതി. അപ്പോൾ അതിന് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ 2 സൈഡും ഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റോളിംഗ് പിൻ ഇട്ടിട്ട് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ. അത്യാവശ്യം ഒത്തിരി സ്റ്റിക്കി ആവാതെ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡോയിൽ ഇതുപോലെ ജസ്റ്റ് ഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്യുക. നമ്മുടെ റോളിംഗ് പിന്നിലും ഇതിലും ഡസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിക്കി ആവാതെ ഇതുപോലെ ഫ്ലാറ്റായിട്ട് കിട്ടും. പാൻ ചൂടായി വരുമ്പോഴത്തേന് ഇതുപോലെ ഒരുപാട് തിന്നല്ല എന്നാൽ ഒരുപാട് തിക്കല്ല, അപ്പോൾ അതായിരിക്കണം ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പം ആ ഒരു ഫോം ആകുമ്പോഴത്തേന് നമ്മളിതിലേക്ക് പാനിലേക്ക് ഇങ്ങനെ ഇട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെ ഇതുപോലെ അപ്പുറത്തിപ്പുറത്തും ഫ്ലിപ്പ് ചെയ്ത് ചൂടാക്കുക. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഖുബൂസായിട്ട് നമുക്ക് കിട്ടും. കറക്റ്റ് നമ്മൾ ഷോപ്പിൽ മേടിക്കുന്ന പോലെ തന്നെ അതേ രീതിയിൽ കറക്റ്റായിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചെറുതായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്യാം, ബിക്കോസ് ഇച്ചിരി ഫ്ലോറിന് തട്ടിക്കളഞ്ഞിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടിത് വന്നിട്ടുണ്ട്. പിക്കിൾസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അതിലേക്ക് കുക്കുംബർ ഡൈസ് ചെയ്തിടുക. കുക്കുംബർ ഉണ്ട്, ചിലർ ക്യാരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ കുക്കുംബർ എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഒരു വാട്ടർ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വാട്ടർ, കുറച്ച് വിനീഗർ, തൈം, റോസ്മേരി, സോൾട്ട്, ഗാർലിക് അതുപോലെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു 2 weeks എങ്കിലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലപോലെ അതിലേക്ക് ആ പിക്കിൾ ഫോം ആക്കും, അതുപോലെ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ പിടിക്കും. ഒരു 1 to 2 weeks എങ്കിലും നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഷവർമ പ്രിപ്പയർ ചെയ്യാനൊരു പ്ലാൻ ഉള്ളപ്പം അത് കറക്റ്റായിട്ട് ഇത് റെഡി ആയിട്ട് വരുന്നത്. ഗാർലിക് മേയോ പ്രിപ്പയർ ചെയ്യാൻ ഒരു ബ്ലെൻഡർ എടുക്കുക, അതിലേക്ക് ഞാൻ 3 cloves ഗാർലിക്, പിന്നെ അതുപോലെ 2 eggs എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ആദ്യം നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഇത് ബീറ്റ് ചെയ്ത് എടുക്കും തോറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക, കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് സോൾട്ടും കൂടി ഇടണം. അപ്പോൾ ഇതാദ്യം നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് ഇടയ്ക്ക് നമുക്ക് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ ഓയിൽ ഒരു 2-3 times ആയിട്ട് നമ്മളിത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ അറിയാം അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതതിൻ്റെ ഫോം, കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പം ഇത് നമ്മൾ നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഷവർമ അസംബ്ലി ചെയ്യാൻ അടിയിൽ ഞാൻ ആദ്യം ഒരു വാക്സ് പേപ്പർ, പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കുബൂസ് വെച്ചിട്ട് നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ഇതുപോലെ വയ്ക്കുക. ഇതൊരുപാട് ഡീപ്പ് ഫ്രൈഡ് അല്ല, നേരത്തെ കണ്ട പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ ആദ്യം വയ്ക്കുക. അതിൻ്റെ മേലെ ഞാൻ പിക്കിൾസ് ആദ്യം വെക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു ഫ്ലേവർ, ടാങ്കി ഫ്ലേവർ തരും പിക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഷ്രെഡഡ് ക്യാബേജ് ആണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഞാൻ കുറച്ച് വെജീസ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തതാണ്. ഷ്രെഡഡ് ക്യാബേജ് ഇത് ഗ്രീൻ ആയിരിക്കാം, പേർപ്പിൾ ആകാം, ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ലെറ്റൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്, അപ്പം അതും ഇതിൻ്റെ മേലേക്ക് വയ്ക്കുക.
എന്നിട്ട് ഫൈനലി നമുക്ക് നമ്മുടെ ഗാർലിക് മേയോ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളി ലോഡഡ് ആക്കണമെന്നില്ല. ഇതിന് പല കസ്റ്റമൈസേഷൻ വരുത്താം. നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രിഫേർഡ് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ റോള് ഷവർമ റോളാക്കി നമുക്ക് എടുക്കാം. ഷവർമ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്ത് ആദ്യം ഒന്ന് ടക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് പേപ്പറിൻ്റെ ഒരറ്റത്തൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം, ഒന്ന് സെക്യൂർ ആക്കി പിടിച്ച ശേഷം. എന്നിട്ട് നമ്മൾ മേളിലും താഴെയും ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കണം, സോ ദാറ്റ് അതിൻ്റെ കണ്ടൻസ് ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പം ഇതുപോലെ തന്നെ അവരവിടെ ഷോപ്പിലും ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ ഈ ഒരു സൈഡ് ഇങ്ങനെ കൺസീൽ ചെയ്തിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷവർമയുടെ റെഡി ആയിരിക്കുന്ന ഫോം. സോ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ലെബനീസ് ആണോ സിറിയൻ ആണോ അങ്ങനെ ഒരു ചോയ്സ് ഒന്നും ഞാൻ പറയുന്നില്ല ഏത് ടൈപ്പാണെന്ന്. അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവരുടെ സീസണിങ്സ് ഒത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.